അപ്പോൾ കൂർക്കയൊക്കെ നന്നാക്കി ഞാനിതിപ്പോൾ 5-6 കഴുകിയതാട്ടാ. എന്നിട്ട് ഇതേ ഒന്നും കൂടി ഞാനിതിപ്പോൾ വേവിക്കുന്ന പാത്രത്തിലേക്ക് ഇടുകയാണ്. ഞാൻ നാട്ടില് മൺകലത്തിലാണ് വേവിക്കാറ്. അപ്പം ഇവിടെ മൺകലം ഉണ്ട് കേട്ടോ, വലിയ കല. ഇതിപ്പോൾ കുറച്ച് കൂർക്കയല്ലേ ഉള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ് ഞാൻ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കേട്ടോ. വേവാനായിട്ടുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വെക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ കൂർക്കയൊക്കെ നന്നായിട്ട് വെന്തു. നമുക്കപ്പോൾ ഇത് ഒലത്താട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയും വേപ്പിലയും കൂടി ഞാൻ ചതച്ചിട്ടുണ്ട്, അത് ഇതിലിട്ട് കൊടുക്കാം. ഇതിൽ ആഡ് ചെയ്യണത് ചതച്ച മുളകാണ് കേട്ടോ. ചതച്ച മുളകിൽ ഒലത്തണത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കൂർക്കക്കറി എല്ലാവർക്കും ഒലത്തണത് എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ മകനും ഇഷ്ടമാണ് കേട്ടോ. കൂർക്ക കണ്ടാൽ ഞങ്ങൾക്ക് പ്രാന്താ. അതേ മുളകൊക്കെ നല്ലോണം മൂത്ത് ഉള്ളിയും ദേ കൂർക്ക ഇതിലേക്ക് ഇടാണ്. എന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കൂർക്ക ഒലത്ത് റെഡി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഹാപ്പി.